പാർട്ടിക്ക് വഴിവിട്ട ബന്ധമുള്ള 14 പേരുടെ ലിസ്റ്റ് പുറത്തുവിടും. CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ആഞ്ഞടിച്ച് PK ശശി. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരെ ആഞ്ഞടിച്ച് ഒറ്റപ്പാലത്തെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശി. അവനോടൊക്കെ എന്ത് മറുപടി പറയാനാണെന്നും അവനെ വലിയ ആളായി കാണുന്നില്ലെന്നും PK ശശി തുറന്നടിച്ചു. രേഖകളിൽ പ്രായം കുറച്ചു കാണിച്ചത് യൗവനം കാത്തുസൂക്ഷിക്കാനെന്ന ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിനും PK ശശി മറുപടി നൽകി. രേഖകളിൽ കൃത്രിമത്വം കാണിച്ചെങ്കിൽ അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണെന്നും PK ശശി പറഞ്ഞു. പാർട്ടിക്ക് വഴിവിട്ട ബന്ധമുള്ള 14 പേരുടെ ലിസ്റ്റ് പുറത്തുവിടുമെന്നും PK ശശി വെല്ലുവിളിച്ചു. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശി നാമനിർദ്ദേശ പത്രികയിലെ പേരിലും വയസ്സിലും കൃത്രിമം കാട്ടിയതായാണ് LDF മണ്ഡലം കമ്മിറ്റിയുടെ ആക്ഷേപം. PK ശശി പഠിച്ച പുലിക്കലൂർ PAUP സ്കൂളിലെ സർട്ടിഫിക്കറ്റിലുള്ള പേര് ശശിധരൻ PK എന്നാണ്. പേരിൽ മാറ്റം വരുത്തണമെങ്കിൽ നിലവിലുള്ള നിയമപ്രകാരം ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകണം. ഇത് ചെയ്തതായി വിവരമില്ല. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജനന തീയതിയിലും കൃത്രിമം കാണിച്ചുവെന്നാണ് LDF നേതാക്കൾ ആരോപിക്കുന്നത്. പോലീസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും LDF നേതാക്കൾ അറിയിച്ചിരുന്നു. LDFിൻ്റെ ഈ ആരോപണത്തിൻ്റെ മറുപടിയുമായാണ് PK ശശി CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയത്. ഏതായാലും PK ശശിക്കെതിരെ CPM നിയമ നടപടിക്ക് ഇറങ്ങിയതിന് പിന്നാലെ വലിയ ചർച്ചകളും തുടങ്ങിയിരുന്നു. സ്വയം നശിക്കുക എന്ന വാശിയിൽ പാർട്ടിയിലെ ഒരാൾ പോയാൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് EN സുരേഷ് ബാബു പ്രതികരിച്ചിരുന്നു. CPM പാർട്ടി നേതാക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ച PK ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് PK ശശി ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം അന്തിമ തീരുമാനമെടുക്കും. PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ വൈകിപ്പോയെന്ന് തോന്നുന്നില്ല. അത് ഏറ്റവും അവസാന നടപടിയാണ്. സ്പിരിറ്റ് എന്ന വാക്കുപയോഗിച്ച് എത്ര ആക്രമിച്ചാലും തന്നെ ബാധിക്കില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. പാർട്ടി വിട്ട PK ശശിക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട്. അങ്ങനെയുടെ ചിന്ത ശശിയുടെ മനസ്സിൽ രൂപപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിശാഖപട്ടണത്ത് വെച്ച് CITU സമ്മേളന വേദിയിൽ വെച്ച് PK ശശിയുടെ ആവശ്യപ്രകാരം ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം PK ശശി പാർട്ടി വിടില്ല എന്നാണ് തോന്നിയത്. പിന്നെ എന്ത് സംഭവിച്ചു എന്നറിയില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവ് പുറത്തുവിടാനും ശശിയെ സുരേഷ് ബാബു വെല്ലുവിളിച്ചു. ആരോപണം ഉന്നയിച്ചവർ തെളിവുകൾ പുറത്തുവിടണമെന്നും അതൊന്നും പൊതുജീവിതത്തെ ബാധിക്കില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. തൻ്റെ ജീവിതം എല്ലാവർക്കും അറിയുന്നതാണെന്നും ശശിയുടെ ആരോപണങ്ങൾക്ക് ജനം മറുപടി നൽകുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും VD സതീശനും PK ശശിയുടെ തീവ്രത അളക്കട്ടെ. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുകളിൽ വരുമോ എന്ന് അപ്പോൾ അറിയാം. എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. തെറ്റുതിരുത്താൻ പാർട്ടിതല നടപടിയാണ് സ്വീകരിക്കുക. പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. സ്വയം നശിക്കുക എന്ന വാശിയിൽ പാർട്ടിയിലെ ഒരാൾ പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു.